ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇടിച്ചക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാം. അത് ആദ്യം ഇടിച്ചക്കയൊക്കെ ഇന്ന് നമുക്ക് ക്ലീനാക്കി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിൻ്റെ പുറമേ എല്ലാം തോലുകളെല്ലാം ചെത്തി നമുക്കിത് ഒരു കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിനൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കുക. അത് വേവുന്ന നേരം കൊണ്ട് 1 കപ്പ് തേങ്ങ, നല്ല ജീരകം, പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് വെളുത്ത കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് ഇട്ട് ഇതൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് വെന്ത കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി ഉടച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് എടുത്ത് അതിലൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അരപ്പ് മുഴുവൻ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ചക്ക അതിലിട്ട് കൊടുത്ത് അതിനാവശ്യമുള്ള ഉപ്പ്, കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്ത് ഈ ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായി. നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആ ചക്ക ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് എല്ലായിടത്തും ഒന്ന് അരപ്പും എല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് ചെറുതീയിലിട്ട് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കത്തോരൻ ഇവിടെ റെഡിയായി. ഇടിച്ചക്ക തോരൻ ഇതാ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ